എല്ലാ കൂട്ടുകാർക്കും ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ നമ്മുടെ ചീനിക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ആ ചമ്മന്തി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോയുടെ സീസണാണ്. അപ്പോൾ നമുക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. ഞാനിപ്പോൾ ഇവിടെ അടുപ്പയിൽ ഒരു പാത്രം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചോട്ടെ. ഇത് നല്ല ഫ്രഷ് സ്വീറ്റ് പൊട്ടാറ്റോസാണ്. ഞാൻ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ നടുവേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇത് വലിയ സ്വീറ്റ് പൊട്ടാറ്റോ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നടുവേ ഒന്ന് കട്ട് ചെയ്തത്. നമ്മൾ മുമ്പേ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. വെള്ളം ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമ്മൾ നടുവേയും സൈഡ്സും കട്ട് ചെയ്ത് വെച്ച് നല്ല ഫ്രഷ് സ്വീറ്റ് പൊട്ടാറ്റോസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കാനും നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചീനിക്കിഴങ്ങ് ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വേകും. ഇത് കണ്ടു, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പിട്ട് തിളച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം. നമ്മുടെ ചീനിക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. നല്ല യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സവോള, ഉള്ളി, പിന്നെ വെളുത്തുള്ളി എല്ലാം തൊലി പൊളിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ ചമ്മന്തി എങ്ങനെയാ തയ്യാറാക്കാം. നമ്മളൊരു പാൻ അടുപ്പേ വെച്ചായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച സവോള, ഉള്ളി, വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വരട്ടി കൊടുക്കണം. ഇതെല്ലാം ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. അടിക്കുന്ന മുമ്പ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. അരയാൻ വേണ്ടിയിട്ട് ശകലം വെള്ളം ഒഴിക്കും. എന്നിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോയ്ക്കുള്ള സ്പെഷ്യൽ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ യമ്മി സ്വീറ്റ് അടിപൊളി കളർ ആയിട്ടുള്ള നമ്മുടെ ചീനിക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടാറ്റോ വിത്ത് അവർ വെറൈറ്റി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ തൊലി ഒന്ന് പൊളിച്ച് കാണിക്കാം. ഇതുണ്ട്. ഞാനിപ്പോൾ ഇതിന്റെ തൊലിയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. നല്ല യെല്ലോ കളറാണ്. നല്ല ഡാർക്ക് യെല്ലോ കളറാണ്. നല്ല അടിപൊളി കളറാണ്. രസമാണ് കാണാൻ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാന്, എസ്പെഷ്യലി നമ്മുടെ അടിപൊളി ചമ്മന്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേക്കിന് ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.